അപ്പോൾ ജസ്റ്റ് ഞാൻ പുറത്ത് പോയിട്ട് വന്നുള്ളൂ. നല്ലതാണ്. അപ്പോൾ എനിക്കൊരു ബൺ മസ്ക് കഴിക്കണം എന്നാഗ്രഹം. ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ വാവ് ഇഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ബാലൻസ്ഡ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബട്ടർ ഇവിടെ തേണ്ട ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന ഈ ബട്ടറാണ്. ചെറുതായിട്ട് മുറുക്കിയെടുത്തു. അതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കണേ. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് കുറച്ച് വാനില എസൻസും കൂടെ അതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ മൈക്രോവേവിലൊന്ന് ചെറുതാക്കി ചൂടാക്കിയതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമുണ്ട്. നമ്മൾ വിസ്ക് ചെയ്യൊന്നും വേണ്ട. കണ്ടപ്പോൾ നല്ലതായിട്ട് ക്രീമായിട്ടുണ്ട്. ഈസി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വലിയ വാവ് ഇഫക്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു രസം. അപ്പം ഞാൻ നമ്മുടെ ബണ്ണിവിടെ ഞാനിവിടെ ടെസ്റ്റോയിൽ വാങ്ങിച്ച ബണ്ണാണ്. ഓൾറെഡി അതിന് മുന്നിൽ കട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചേർക്കുക. ആവശ്യം ചേർക്കുക. അങ്ങോട്ട് നമുക്ക് ഇനി നമ്മൾ ഇച്ചിരി പുറത്തോടെയൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മളിനി ആ കൂട്ടത്തിലേക്ക് ഞാനിവിടെ ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. മസാല ചായയാണ്. അപ്പോൾ അത് ഇവിടെ ഏലക്ക ചായപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. അത് ഞാൻ കുക്കറിൽ ഈ ചായപ്പൊടി അതിനകത്തിട്ട് ഞാൻ കുക്കറിനകത്തിട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ഇവാപ്പറേറ്റഡ് മിൽക്കും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ മസാല ചായ ഇവിടെ റെഡിയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഇത് മുക്കി അങ്ങോട്ട് കഴിച്ചാൽ നമ്മുടെ ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ കുറച്ച് ചായയൊക്കെ കഴിക്കാനായിട്ട് ഒരു വെറൈറ്റിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.